റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്ര നാരായണൻ, നമ്മൾ നിരന്തരം വാർത്ത കൊടുക്കുന്നു, ഹൈക്കോടതി വരെ കാര്യക്ഷമമായി വിഷയത്തിൽ ഇടപെടുന്നു. ഒടുവിൽ ദേശീയപാത അതോറിറ്റി അനങ്ങുകയാണ്. ഈ കരാർ കമ്പനിക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുന്നു. അറ്റകുറ്റപ്പണിക്ക് അവർ വേണ്ട എന്ന് തീരുമാനിക്കുന്നു, പക്ഷെ ചെലവ് ഈടാക്കാനും നിർദ്ദേശിക്കുന്നു. അത് ഇതിന്റെ കൺഗ്രാജുലേഷൻ പറയേണ്ട മാതൃഭൂമി ന്യൂസിനും ഷിഹാസിനുമാണ്. കാര്യം ഈ ഞങ്ങൾക്കും പറയാനുണ്ടെന്നുള്ള പ്രോഗ്രാമില് എനിക്ക് തോന്നുന്നൊരു 1.5 കൊല്ലം മുമ്പ് ഷിഹാസും ഞാനും കൂടിയാണ് ഈ സ്പാർക്ക് ആക്കിയത്. കാരണം ഇതിന്റെ എല്ലാ ബാക്ക് ഫയൽസും എൻ്റെ ഉള്ളത് കൊണ്ടും ഇതിന് പെർമിറ്റ് ഇല്ല എന്നുള്ളതും ഇവർ ബ്ലാക്ക് ലിസ്റ്റഡ് ആണെന്നുള്ള വിവരങ്ങൾ ഷിഹാസ് അന്ന് പുറത്തു വിട്ടു മാതൃഭൂമി ന്യൂസിലൂടെ. അപ്പൊ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട മാതൃഭൂമി ന്യൂസിനാണ്. കാര്യം നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് അവരെ പുറത്താക്കാൻ തീരുമാനിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും. ശരി, ഇപ്പോൾ ഈ രീതിയിലല്ല, ഇപ്പോഴും അവിടെ ടോൾ പിരിക്കുന്നുണ്ട് ശ്രീ ഉപേന്ദ്ര നാരായണൻ. ഈ രീതിയിൽ കുഴികളായ ഈ രീതിയിൽ തട്ടിക്കൂട്ടി, ഇപ്പൊ കുഴി ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അതൊരു പശ ഒട്ടിക്കുന്നത് പോലെ കുഴി അടച്ചു പോകുന്ന സംവിധാനത്തിലുള്ള റോഡുകളിൽ എന്തിനാണ് നമ്മൾ ശരിക്കും ടോൾ കൊടുക്കുന്നത്? അല്ല, അതിലെ പോകുന്ന വാഹനങ്ങളെ തടയാൻ അവർക്ക് അധികാരമില്ല. കാര്യം അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള COD ഇല്ല. അത് പല പ്രാവശ്യം നമ്മൾ പല ചാനലിലൂടെ പറഞ്ഞാണ്. മാതൃഭൂമി ചാനൽ ഒരു 4-5 പ്രാവശ്യം അത് ടെലികാസ്റ്റ് ചെയ്താണ് അവരുടെ CODകൾ എക്സ്പയർ ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ജനങ്ങൾ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒന്നാമത് ഈ വണ്ടികളെല്ലാം ഫാസ്ടാഗ് പിടിപ്പിച്ചേക്കുകയാണ്. നമ്മൾ കാശ് കൊടുത്തില്ലെങ്കിലും വണ്ടി പാസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബാങ്കിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ദേശീയപാത അതോറിറ്റിയാണ് മുൻകൈ എടുക്കേണ്ടത്. കാര്യം അതിന്റെ ഫാസ്ടാഗിന്റെ സിസ്റ്റംസ് എല്ലാം ദേശീയപാതയിലാണ്. ഇതൊരു തുടക്കമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്, CBI കേസ് എടുത്തിട്ടുണ്ട്, തൃശ്ശൂർ ജില്ലാ കളക്ടർ അതീവ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മേബി ഒരു 1 വീക്കും കൂടെ മാത്രമേ ടോൾ പിരിവ് ഉണ്ടാകുള്ളൂ. കാര്യം ഇത് ആരും തടയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇവര് ഹ്യൂജ് ചില പൊളിറ്റിക്കൽ ഹെഡ്സിന് കൊടുക്കുന്നുണ്ട്. അത് എനിക്കറിയാം, ഞാൻ പേരൊന്നും പറയുന്നില്ല. അതുമൂലമാണ് ഒരു സ്റ്റേൺ നടപടി സ്റ്റേറ്റിൽ നിന്നുണ്ടാകാത്തത്. അപ്പൊ ഇപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെട്ടു, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇടപെട്ടു, കൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു. പിന്നെ നിങ്ങളെ മാതിരി മാതൃഭൂമിയൊക്കെ ഇതിന്റെ പിന്നാലെ ഉള്ളത് വലിയൊരു രക്ഷയാണ് ജനങ്ങൾക്ക്. ശ്രീ ഉപേന്ദ്ര നാരായണൻ, പലപ്പോഴും ജനങ്ങൾക്ക് ഇതിന്റെ ഒരു വശം നമുക്ക് അറിയാഞ്ഞിട്ടായിരിക്കും, പക്ഷെ ആ സൈഡ് അറിയാഞ്ഞിട്ട്. ഇപ്പൊ പാലിയേക്കര ടോൾ പ്ലാസയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ 10 വർഷത്തിനുള്ളിൽ തന്നെ ഈ ചെലവായ തുകയേക്കാൾ അത് പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിദിനം ഏകദേശം 30 ലക്ഷം രൂപ പിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ അറ്റകുറ്റപ്പണിയിൽ ഈ അലംഭാവം കാണിക്കുന്നത്. അതെ, കാര്യം അത് അവരോട് ചോദിക്കാനും പറയാനും ആരുമില്ല. അവര് വളരെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. അങ്ങനെ കർണാടകയിൽ ഞാൻ പോലീസിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് 5-8 കൊല്ലം മുമ്പ് പോകുന്ന സമയത്ത് അവരുടെ വർക്കുകൾ KMC എന്ന് പറഞ്ഞ ഇതിന്റെ പേരന്റ് കമ്പനിയുടെ വർക്കുകൾ നമ്മുടെ ഗവൺമെന്റ് ഫൈറ്റ് ചെയ്യുന്ന മാതിരി അവിടെ ഫൈറ്റ് ചെയ്തിട്ട് അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. അവരെവിടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതുമാതിരി തട്ടിപ്പാണ്. പിന്നെ അവര് ബാഗ് നിറയെ ക്യാഷ് ആയിട്ടാണ് നടക്കുന്നത്. 500-ന്റെ നോട്ട് കെട്ടാണ് അവരുടെ ആയുധം. ശബ്ദിക്കുന്നവനെ വായടപ്പിക്കുക എന്ന് വെച്ചാൽ അധികാരവർഗത്തിന്. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇത്രയും ഒച്ചപ്പാടും ബഹളവുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു, മാധ്യമങ്ങൾ ഇടപെട്ടു. അങ്ങനെയാണ് അവർക്ക് നിക്കക്കള്ളി ഇല്ലാതെ നിർത്തേണ്ടതായിട്ട് വരുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്ര നാരായണൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നു, മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു, കോടതി ഇടപെടുന്നു, കളക്ടർമാർ പരിശോധന നടത്തുന്നു. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ, ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നടപടിയിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ആ തട്ടിപ്പ് കമ്പനി ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അതിപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഇനി എന്തായാലും അറ്റകുറ്റപ്പണിയുടെ ചെലവ് എന്തായാലും പക്ഷേ കമ്പനി നൽകണം. 25% പിഴയും ആ കരാർ കമ്പനി തന്നെ നൽകണം.